Hello guys, welcome back to channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർവേയിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ നോക്കിയത് ബിൽഡിംഗ് മെറ്റീരിയൽസ് നോക്കി, എസ്റ്റിമേഷൻ നോക്കി, RCC നോക്കി, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നോക്കി, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് നോക്കി, എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് നോക്കി. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് സർവേയിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The curvature of the earth's surface is taken into account if the extent of survey is more than 100 km square ആണോ, 160 km square ആണോ, 500 km square ആണോ, 260 km square ആണോ. നമ്മൾ കർവ് എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിയോഡറ്റിക് സർവേയിങ് നമ്മൾ എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ, കർവിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ജിയോഡറ്റിക് സർവേ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ജിയോഡറ്റിക് സർവേ കൺസിഡർ ചെയ്യുന്നത് 250 km സ്ക്വയറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ ജിയോഡറ്റിക് സർവേ എന്ന് പറയും. ഓക്കെ, അതിനെ നമ്മൾ പറയുന്നത് കർവ് കൺസിഡർ ചെയ്തിട്ട്, എർത്തിന്റെ കർവ് കൺസിഡർ ചെയ്തിട്ട് സർവേ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ജിയോഡറ്റിക് സർവേ എന്ന് പറയും. അതെടുക്കുന്നത് 250 km സ്ക്വയറിനെക്കാട്ടിലും കൂടുതലാണെങ്കിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വേറെ കേസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്ലെയിൻ സർവേ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ലൈൻ ഓഫ് കിലോമീറ്റർ 12 km എടുത്തു. ഓക്കെ, ഇത് പ്ലെയിൻ സർവേ. 12 കിലോമീറ്ററിന്റെയും കർവ് കൺസിഡർ ചെയ്തിട്ടുള്ള സെയിം പ്ലെയിൻ 12 കിലോമീറ്ററിന്റെ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 1 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1 സെന്റിമീറ്റർ കൂടുതലായിരിക്കും. ജിയോഡറ്റിക് സർവേയിൽ 1 സെന്റിമീറ്റർ കൂടുതലായിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 6 കിലോമീറ്റർ ആണെങ്കിലോ, 6 കിലോമീറ്റർ ആണെങ്കിൽ ജിയോഡറ്റിക് സർവേയിൽ നമ്മൾ എടുക്കുമ്പോൾ 0.5 സെന്റിമീറ്റർ ആയിരിക്കും കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യണം. ഒരു ഏരിയ കൺസിഡർ ചെയ്യണം പ്ലെയിൻ സർവേയിൽ. ഓക്കെ, ഇതിന്റെ ഇന്റേണൽ ആംഗിൾ കൺസിഡർ ചെയ്യണം. ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 195.5 km സ്ക്വയർ ആണ്. ഓക്കെ, പ്ലെയിൻ സർവേയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണെങ്കിൽ, ഇന്റേണൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ ജിയോഡറ്റിക് സർവേയിൽ 1 സെക്കൻഡ് കൂടുതലായിരിക്കും. ഓക്കെ, 180 ഡിഗ്രി പ്ലസ് 1 സെക്കൻഡ് കൂടുതലായിരിക്കും ജിയോഡറ്റിക് സർവേയിൽ. അതാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഏതാണ്? കർവ് ഓഫ് ദ എർത്ത് സർഫേസ് ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇഫ് ദ എക്സ്റ്റെന്റ് ഓഫ് സർവേ ഇസ് മോർ ദാൻ 250 km ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഡി, 260 km സ്ക്വയർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A scale representing either 3 units or only 1 unit and its fraction up to second place of decimal point is diagonal scale ആണോ, comparative scale ആണോ, vernier scale ആണോ, shrunk scale ആണോ? ഓക്കെ, ആൻസർ അറിയാം. നമുക്ക് ബേസിക് ആയിട്ട് 3 യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയഗണൽ സ്കെയിൽ ആണ്. ഓക്കെ, അത് എ ആണ് കറക്റ്റ് ആൻസർ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഫ്രാക്ഷനെ പോലും, ഒരു എക്സാമ്പിൾ മെയിൻ സ്കെയിലിന്റെ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിനിമം ഫ്രാക്ഷനെ പോലും അത് ഫ്രാക്ഷനിലായിട്ട് പറയും. ഓക്കെ, ഇതിന്റെ ഫ്രാക്ഷൻ ആയിട്ട് റിപ്രസെന്റ് ചെയ്യും. അതാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ. ഓക്കെ, നമ്മുടെ മെയിൻ സ്കെയിലിന്റെ റീഡിംഗ്. ഓക്കെ, മെയിൻ സ്കെയിലിന്റെ ഒരു റീഡിംഗ് ഫോർ എക്സാമ്പിൾ MM-ലാണ് അല്ലെങ്കിൽ സെന്റിമീറ്ററിലാണ്. MM-ലാണ് അല്ലെങ്കിൽ സെന്റിമീറ്ററിലാണ്. സോ ഈ MM-നെ പോലും ഇത് ഫ്രാക്ഷനിൽ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അത് ഫ്രാക്ഷനിൽ റിപ്രസെന്റ് ചെയ്യും വാല്യൂവിനെ. ഏതെങ്കിലും ഒരു റീഡിംഗ് ആണെങ്കിൽ അതിനെ ഫ്രാക്ഷനിൽ റിപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ആൻസർ പറയും അല്ലെങ്കിൽ വാല്യൂ പറയും. അതിനെയാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഡയഗണൽ സ്കെയിൽ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ജിയോഡറ്റിക് സർവേയിങ് സം ഓഫ് ആംഗിൾസ് ഡിഗ്രീസ് ഓഫ് സ്പെറിക്കൽ ട്രയാങ്കിൾ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 180 ആണോ, 270 ആണോ, 360 ആണോ, 540 ആണ്? ഓക്കെ, നമ്മുടെ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? സ്പെറിക്കൽ ട്രയാങ്കിൾ. സ്പെറിക്കൽ ട്രയാങ്കിളിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒരു സ്പെറിക്കൽ ട്രയാങ്കിൾ റഫായിട്ട് വരിക. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ ഇവിടെ എ ബി, ഇത് സി. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ 3 കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് റൈറ്റ് ആംഗിളിനെക്കാട്ടിലും കുറവായിരിക്കും. അതായത് 180 ഡിഗ്രിനെക്കാട്ടിലും കുറവായിരിക്കും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ആംഗിൾ സി. അതേപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ആംഗിൾ എ. അതേപോലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് നമ്മുടെ
ബിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ എന്താണ്? തേർഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് should not be greater than 6 times of right angle. 6 times of right angle എന്ന് പറയുമ്പോൾ 6 into 90, അതായത് should not be greater than 540. അപ്പോൾ ഏതാണ് എല്ലാത്തിനും നമ്മൾ സം ചെയ്യുമ്പോൾ 540-നെക്കാട്ടിലും കൂടാൻ പാടില്ല. ഓക്കെ, സോ ഇതാണ് 3 കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഇൻ ജിയോഡെറ്റിക് സർവേയിങ് സം ഓഫ് ദ ആംഗിൾ ഓഫ് എ സ്പെറിക്കൽ ട്രയാങ്കിൾ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, എത്രയാണ് കറക്റ്റ് ആൻസർ? 540 അല്ലെങ്കിൽ 6 ടൈം ഓഫ് റൈറ്റ് ആംഗിൾ. അതായത് 6 ടൈം ഓഫ് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 6 into 90, അപ്പോൾ 540 കിട്ടും. അപ്പോൾ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 540. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An inward tape is made of an alloy of copper and steel, brass and nickel, brass and steel, nickel and steel. ഏതാണ് കറക്റ്റ് ആൻസർ? ഇത് വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നിക്കൽ ആൻഡ് സ്റ്റീൽ അല്ലെങ്കിൽ നിക്കൽ ആൻഡ് അയൺ. ഇതിന്റെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 36% and 64%. ഓക്കെ, ഇതാണ് ഇൻവേർട്ട് ടേപ്പ്. മോസ്റ്റ് പ്രിസൈസ് ടേപ്പ് എന്നും പറയും. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The construction of optical square is based on the principle of reflection ആണോ, refraction ആണോ, ഡബിൾ റിഫ്രാക്ഷൻ ആണോ, ഡബിൾ റിഫ്ലക്ഷൻ ആണോ? ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സോ ആൻസർ ഓപ്ഷൻ നോക്കുന്നതിന് പിന്നെ നമുക്ക് ഇതിനെങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കൊരു സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് വരയ്ക്കുമ്പോൾ എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാകും എന്ന് പറയാൻ പറ്റില്ല, അപ്പൊ ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ രണ്ട് സൈഡാണ്, രണ്ട് മിററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട് പ്ലസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് റേ പാസ് ആവുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇൻഡെക്സ് ആണ്, ഫുള്ളി സിൽവർ അല്ലെങ്കിൽ ഫുൾ മിറർ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ഹൊറിസോൺ ആണ്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോൺ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് മിറർ ആയിരിക്കും, ഹാഫ് നമ്മുടെ മിറർ ആയിരിക്കും, ഹാഫ് പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിൻഡോ നോക്കുകയാണെങ്കിൽ അത് പ്ലെയിൻ ആണ്, അവിടെ നമ്മുടെ റിഫ്ലക്ഷൻ ആവത്തില്ല. അതേപോലെ മിറർ ആണെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ ആകും. അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ മതി ബേസിക് ആയിട്ട്. ഓക്കെ, സോ ഇതിങ്ങനെ പാസ് ചെയ്യും, ഈ ഒരു റേസ് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, സോ ഇതിന്റെ ആംഗിൾ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്, വേറെ കളർ വെച്ചാൽ. സോ ഇങ്ങനെയാണ് റേ പാസ് ആവുന്നത്. ഓക്കെ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ റേ പാസ് ആവുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ എത്രയാവോ അതിന്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു ആംഗിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്താണോ ഡബിൾ, അതിനാണ് നമ്മൾ ഡബിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഏതാണോ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആംഗിൾ 100 ഡിഗ്രി ആയിരിക്കും. അതേപോലെ 60 ഡിഗ്രി ആണെങ്കിൽ 120 ഡിഗ്രി ആയിരിക്കും. സോ എന്താണോ ആംഗിൾ അതിനെ ഡബിൾ ആയിട്ട് ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മിറർ. പിന്നെ ഇൻഡെക്സ് മിററിന്റെ പ്രത്യേകത, സോ ഇൻഡെക്സ് മിറർ നമ്മൾ നോക്കുമ്പോൾ ഫുള്ളി സിൽവേർഡ് ആണ്, ഫുൾ മിറർ ആണ്, ഫുള്ളി സിൽവേർഡ് ആണ്. ഓക്കെ, നമ്മുടെ ഹൊറിസോൺ നോക്കുമ്പോൾ ഹാഫ് സിൽവേർഡ് ഹാഫ് മിറർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഒബ്ജക്റ്റിന്റെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗം മിറർ ആയിട്ടാണ് ആക്ട് ആവുന്നത്. സോ ഇതിന്റെ ഈ ഭാഗം നമുക്ക് റിഫ്ലക്ഷൻ ആണ് ഈ ഭാഗത്ത് ആവുന്നത്. ഓക്കെ, ഇതിന്റെ താഴെയാണ് നമ്മുടെ പ്ലെയിൻ ആയിട്ട് കാണുന്നത്. അപ്പം ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ ഹാഫ് സിൽവേർഡ് അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് മിറർ ആയിരിക്കും, ഹാഫ് പ്ലെയിൻ ആയിരിക്കും. ഓക്കെ,
സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ കൺസെപ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡബിൾ റിഫ്ലക്ഷന്റെ കൺസെപ്റ്റ് ആണ്. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻ കേസ് ഇത് നമ്മൾ പ്രിസം ആയിട്ട് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, പ്രിസം ആയിട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും സെയിം പ്രിൻസിപ്പിൾ ആണ്, ഡബിൾ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇത് നമ്മൾ മിററിനെ റിപ്ലേസ് ചെയ്ത് നമ്മൾ പ്രിസം ആയിട്ട് എടുക്കും. ഓക്കെ, മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? The construction of optical square. ഇപ്പൊ നമ്മൾ നോക്കിയത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ്. അപ്പോൾ the principle is based on reflection ആണോ, റിഫ്രാക്ഷൻ ആണോ, ഡബിൾ റിഫ്രാക്ഷൻ ആണോ, ഡബിൾ റിഫ്ലക്ഷൻ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഡബിൾ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് മനസ്സിലാന്ന് വിചാരിച്ചു. ഇങ്ങനെ റേ ഇങ്ങനെ പോകും, ഇവിടുന്ന് റിഫ്ലക്റ്റ് ആയി ഒരു ടൈം റിഫ്ലക്റ്റ് ആകും, ഇവിടെ സെക്കൻഡ് ടൈം റിഫ്ലക്റ്റ് ആകും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു റേ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണോ ആംഗിൾ, ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഡബിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഡബിൾ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രിസത്തിന്റെ കേസിലും നമ്മുടെ സെയിം ആണ്, ഡബിൾ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 2 points of survey are mutually invisible, the following method of the ranging is adopted. ഏത് മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് റേഞ്ചിങ് ആണോ, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണോ, ഹൊറിസോണ്ടൽ റേഞ്ചിങ് ആണോ, വെർട്ടിക്കൽ റേഞ്ചിങ് ആണോ? ഓക്കെ, നമ്മുടെ കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? 2 points of survey are mutually invisible. ഇപ്പോൾ 2 പോയിന്റ് കാണുന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു ആൻഡുലേഷൻ അല്ലെങ്കിൽ ഒരു മല പോലെയാണ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എ പോയിന്റ്, ഇവിടെയാണ് ബി പോയിന്റ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സർവേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേഞ്ചിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 2 പേരുടെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഹെൽപ്പ് ആരുടെ എടുക്കുന്നത്? എക്സിന്റെയും വൈന്റെയും. ഓക്കെ, എക്സിന്റെയും വൈന്റെ ഹെൽപ്പ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വൈന് എക്സിനെയും കാണാൻ പറ്റണം, അതേപോലെ എയിനെയും കാണാൻ പറ്റണം, അതേപോലെ എക്സിന് വൈനെയും കാണാൻ പറ്റണം, അതേപോലെ ബിനെയും കാണാൻ പറ്റണം. സോ അതാണ് നമ്മുടെ മെയിൻ കൺസേൺ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ റിപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് എ, ഇതാണ് എക്സ് ഒരാളാണ്, ഓക്കെ, വൈ ഒരാളാണ്. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ബിന്റെ ഈ ഒരു വാല്യൂനെയും എന്റെ ഈ ഒരു വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ റേഞ്ചിങ് റോഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനെ കാണാൻ പറ്റണം. അപ്പം എക്സ് എന്താണ് വൈനോട് പറയുന്നത്? ഇതിന്റെ പാരലായിട്ട് നിൽക്കാൻ പറയണം. എന്ന് വെച്ചാൽ എക്സിന് എവിടെയാണോ നിൽക്കുന്നത് അതേ സെയിം ലൈനിൽ വൈനെയും അതേപോലെ ബിന്റെ ലൈനും സെയിം ആയിട്ട് കാണാൻ പറ്റണം. ഓക്കെ, ബിന്റെ ലെഗ് നോക്കുമ്പോൾ അതിന്റെ സെയിം അലൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റണം. അതനുസരിച്ച് എക്സ് വൈനോട് പറയും റിപ്ലേസ് ആവാൻ അല്ലെങ്കിൽ മൂവ് ആവാൻ പറയും. അപ്പൊ വൈ ഇങ്ങനെ ഇവിടെ വരും. അതേപോലെ സെയിം വൈ എന്താണ് ചെയ്യുന്നത്? വൈനെ നമുക്ക് എന്താണ് കാണുന്നത്? എക്സിന്റെ അലൈൻമെന്റും ആൻഡ് എന്റെ അലൈൻമെന്റും സെയിം ലൈനിൽ കാണണം. അപ്പം അത് വൈ പറയും എക്സിനോട് സെയിം താഴോട്ട് വരാൻ അലൈൻമെന്റ് നോക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു അലൈൻമെന്റ് കിട്ടും. ഓക്കെ, അതേപോലെ ഇപ്പൊ നമുക്ക് എക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൈന്റെ അലൈൻമെന്റ് വേറെയാണ്, ബിന്റെ അലൈൻമെന്റ് വേറെയാണ്. അതേപോലെ വൈനെ മൂവ് ചെയ്യും, അപ്പൊ വൈ ഇവിടെ വരും. ഓക്കെ, അപ്പോ എക്സിന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ വൈ സെയിം അലൈൻമെന്റ് ചെയ്യും, അതേപോലെ എക്സിന്റെയും എന്റെ അലൈൻമെന്റ് സെയിം ആയിട്ട് കാണാൻ പറ്റും. ഒരു ഫൈനലി നമുക്കൊരു കാണാൻ പറ്റുന്നത് ഇതിന്റെ 3ന്റെയും 4ന്റെയും അലൈൻമെന്റ് സെയിം ആയിട്ട് കിട്ടും. സോ ഈ ഒരു മെത്തഡോളജിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ മെയിൻലി കൺസേൺ എന്ന് പറഞ്ഞാൽ 3-4നെയും നമ്മുടെ സെയിം അലൈൻമെന്റിൽ കൊണ്ടുവരണം. ഓക്കെ, അത് നമ്മുടെ സർവേയിങ് മെത്തഡോളജി കൺസിഡർ ചെയ്യുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? Indirect ranging. Okay, when 2 points of the survey are mutually invisible, 2 point കാണുന്നില്ല due to obstruction അല്ലെങ്കിൽ undulation, the following method of ranging is adopted. ഏത് മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. Okay, next question. An azimuth is true bearing ആണോ, magnetic bearing ആണോ, arbitrary bearing ആണോ, none of the above ആണോ? Okay, azimuth എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയേണ്ടത് നോർത്തിന്റെ റിപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിയറിംഗിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അസിമുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നോർത്ത് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു
തീറ്റ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ അസിമുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ WCB എന്നും പറയും, ഹോൾ സർക്കിൾ ബിയറിംഗ് എന്നും പറയും. ഓക്കെ, ഹോൾ സർക്കിൾ ബിയറിംഗ് എന്നും പറയും. വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു റിപ്രസെന്റ് ചെയ്യുന്ന ഒരു ബിയറിംഗ് നമ്മളെ ഹൊറിസോണ്ടൽ ആയിട്ട്, നോർത്തിന്റെ റിപ്രസെന്റ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് എന്തെങ്കിലും ബിയറിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അസിമുത്ത് എന്ന് പറയുന്നത്. with respect to true north. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നമ്മുടെ അസിമുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്നും പറയും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. സോ നിങ്ങൾക്ക് എന്റെ സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.